അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ശിഹാബ് തങ്ങൾ സഹകരണ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. നിർവഹിച്ചു. ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ അണ്ടത്താണി അധ്യക്ഷത വഹിച്ചു. കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ. മുഖ്യ അതിഥിയായി. എത്ര ആളുണ്ടായാലും രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ കുറവാണ്. കുറവാത്ത ഓരോ ദിവസം രോഗികൾ പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്, മറ്റു സംഗതിയുണ്ട്, പയ്യങ്ങാടികളിൽ ഇപ്പോൾ വരാൻ പോയി പോകുന്നുണ്ട്. അങ്ങനെ പലരും ഉണ്ടെങ്കിലും രോഗികൾക്ക് അതിനനുസരിച്ചുള്ള കൊടുക്കാൻ സാധിക്കില്ല. ഏതായാലും ശരി, നല്ല സഹകരണം ആളുകളുണ്ട്. ആൾക്കാർ നല്ല, അതായത് ആൾക്കാരുടെ വർത്തമാനമാണ് ഏറ്റവും പ്രൊപ്പഗേറ്റാന്നുള്ളതാണ്. അത് ഉഷാറായി, പെട്ടെന്ന് ഉഷാറായി പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമാണ്. ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്തായാലും കുറേ ന്യൂനതകളുണ്ടാവും. പക്ഷെ ആ ന്യൂനതകളെ പറ്റിയൊന്നും ഇല്ലാതെ നല്ല ആശുപത്രിയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി. അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. ജനങ്ങളുടെ അംഗീകാരമാണ് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം. അങ്ങനെ ഒരു ഭംഗിയായി കൊണ്ടുപോയി അമൃതോത്സവത്തിന് പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം വെച്ചാൽ അമൃതോത്സവം ഇല്ലാത്ത ഒരു നല്ല കാര്യങ്ങളുമില്ല. എല്ലാ മൂമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇവിടെ കൂടിയ മറ്റു പലരും അതുപോലെ ഉള്ള ആളുകളാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. സഹകരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ വരുന്ന രോഗികൾക്കെല്ലാം മനസ്സമാധാനവും ശിവയും ഒക്കെ ഉണ്ടാവട്ടെ. ടി വി പ്രോബ്ലമൊക്കെ എല്ലാവർക്കും ഉണ്ടോ? എല്ലാ ആശുപത്രി സ്ഥാപനത്തിലുണ്ട്. ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഈ നേതൃത്വം ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞു, അത് അന്നത്തെ പല നേതാക്കന്മാരും ഇന്ന് മരിച്ചു. KC-ണ്ടായിരുന്നു, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ആര്യാജിണ്ടായിരുന്നു, അതുപോലെ പല ആളുകൾ 3-4 ആളുകൾ പറയാതെ വയ്യ. അപ്പോൾ ഇവരെല്ലാം ഒരുപാട് ഉത്സാഹിച്ചാണ്. ആര്യാജി ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഈ ദീപ് എന്നുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഹെലികോപ്റ്റർ പതിവായിട്ട് ഇറങ്ങുന്ന സ്ഥാപനമായിട്ട് മാറുന്നത് അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പത്തിൽ ഒരു ഉയർച്ചയാണ്, സ്വപ്നമായി. അതൊക്കെ യാഥാർത്ഥ്യമായി. ആ നിലയിൽ വന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സജീവമായി. അത് അതിജീവിക്കാനുള്ള ഒരുപാട് കഷ്ടപ്പാടുള്ള സമയം ആവശ്യത്തെ അനുകൊണ്ട് അത് തരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ആശുപത്രിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞാലും കൂടിയില്ല. അപ്പോൾ അതിൽ എനിക്ക് സന്തോഷമുള്ളത് വെച്ചാൽ എൻ്റെ ഒരു കോൺസെപ്റ്റാണ് വിജയിച്ചത്. ആ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കോൺസെപ്റ്റ് ഞാനിതിൻ്റെ ചീഫായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കേസ് ഞങ്ങൾക്ക് പോലും ഭൂമി നോക്കിയെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മളവിടെ ഗവൺമെൻറ്റിൻ്റെ അപ്പുറത്ത് താൽക്കാലികമായിട്ട് തുടങ്ങി. ഞാൻ അന്നേ ഇവരോട് പറഞ്ഞു, ഇത് സ്പീഡ് കൂടെങ്കിൽ ഞാനല്ലാത്ത നേതൃത്വം വരണം. അത് സർവീസിൽ പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് എക്സ്പെർട്ടൈസ് ഇല്ല. മറ്റേ ഭൂമി വാങ്ങാൻ ഒരു സംസാരിക്കാൻ പോകാൻ പിടിക്കാനൊക്കെ ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു. അതാണ് എൻ്റെ ആ ഒരു സന്തോഷം. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ സമൂഹത്തിൽ ഏറെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സഹകരണ സ്ഥാപനത്തിൽ സാധാരണക്കാർക്ക് ഉപയുക്തമാകും വിധം കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ചെയ്യാനുള്ള സൌകര്യമൊരുക്കിയ ശിഹാബ് തങ്ങൾ സഹകരണ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. പ്രവാസി വ്യവസായികളുടെ സഹകരണത്തോടുകൂടി തുടക്കം കുറിച്ചിരുന്ന ഡയാലിസിസ് സെന്ററിന്റെ പുതിയ നവീകരണ പ്രവൃത്തികൾക്ക് ഹോസ്പിറ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ഹമദ് മൂസയും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സുമാണ് സഹായം നൽകിയത്. ഇതോടെ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന 20-ൽ പരം രോഗികൾക്ക് ദിവസേനയെന്നോണം ഡയാലിസിസ് ചെയ്യാനുള്ള സൌകര്യമൊരുങ്ങും. ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറക്ടർമാരായ വാഹിദ് കൈപ്പാടത്ത്, അബ്ദുള്ളക്കുട്ടി അമ്മേങ്ങര, CV അഷ്റഫ്, AP സുധീഷ്, സാഹിറ ബാനു തെയ്യപ്പാട്ട, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ MP മുഹമ്മദ് കോയ, NA ബാബ ഹാജി, M അബ്ദുള്ളക്കുട്ടി, KM ഹസൻ, ഹമീദ് നിയാസ്, ഇസ്മായിൽ പച്ചാട്ടരി, സമദ് പ്ലസൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസമ്മിൽ, ഡോക്ടർ മുസ്തഫ, ഡോക്ടർ അൽതാഫ്, ഡോക്ടർ
ഹുസൈൻ പരപ്പിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൾ റഷീദ്, മാനേജർ കെ.പി. ഫസ്ലുദ്ദീൻ, ഹെഡ് ഓഫ് ഓപ്പറേഷൻ ജസ്റ്റിൻ ജോസഫ്, ഫിനാൻസ് ഓഫീസർ കാർത്തികേയൻ, പർച്ചേസ് മാനേജർ ടി.എ. അബ്ദുൾ വഹാബ്, പി.ആർ.ഒ. ഷംസുദ്ദീൻ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120.